ഫുള്ളിനുള്ള കായൊന്നും ഉണ്ടാവൂല. 2 ഹാഫ് കഴിക്കേ 80 റുപ്യുള്ളൂ. ഇവിടെ വരെ വന്നിട്ട് ഗഫൂർഖാന്റെ ബിരിയാണി നിന്നാ പോയാലേ അത് ഭയങ്കര നഷ്ടാവും. ഇക്ക 2 സിംഗിൾ. ബീഫ് എന്നിട്ടേ പല്ലിനടി കൂടി ബിരിയാണി ഒരു രക്ഷയില്ല. ബീഫ് അങ്ങനെ മുരിഞ്ഞ ബീഫാട്ടോ. പിന്നെ നമ്മൾ പഠിച്ച മാസാണ് ഓർമ്മ ഉണ്ടോ? ഏതാ? കാലിമാസേ നമ്മളെ കണക്ക് മാസേ കാണാല്ലേ? ആള് ഒന്ന് പോകും മണിക്കാം മാസേ. നിങ്ങളുണ്ടായിരുന്ന പോലെ ഓർമ്മ ഉണ്ടോ? നിങ്ങൾ ഓർമ്മല്ലാതെ പിന്നെ ഞങ്ങൾ വരുന്നേ ഞാൻ വളപ്പിൽ പോയി തരാ. പണിക്കാരുണ്ടായിരുന്നു അവിടെ. ആയിക്കോട്ടെ. ചായ കുടിച്ചാലോ? ചായ ഇപ്പൊ കുടിച്ചോളൂ മാഷേ. അല്ല നമ്മളെ പഠിച്ച കുട്ടികളെ ആദ്യം കാണല്ലേ, അവർ ചായ കുടിച്ചോളൂ. അല്ല മക്കളെ നോക്കെന്താ ജോലി എന്തിനായോ? ജോലി നന്നായി ബാങ്കിൽ കൂടെ ഇങ്ങനെ. ബാങ്ക് ജോലിക്കാരൻ അങ്ങനെയല്ല, ഞാന് ഇപ്പാന്റെ പെൻഷൻ ഇതൊക്കെ ബാങ്കിൽ വരുമല്ലോ, അപ്പൊ അത് എടുക്കാൻ പോകും. 2 ദിവസം കഴിഞ്ഞാൽ ജ്യേഷ്ഠം പൈസ കിട്ടും. അപ്പൊ അതിങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പണിയാണ്. അതൊക്കെ ജോലിയാണോ ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി? താനെന്തിനു മയക്കണോ? പക്ഷെ ജോലി നമ്മക്ക് കുറച്ച് തൊടും പറമ്പൊക്കെ ഉണ്ട്, ആയിക്കൂടി ഇങ്ങനെ. തനിക്ക് കൃഷിയാണോ? പക്ഷെ കൃഷിയൊന്നല്ല, നേരം വെളുത്താലേ തൊടുക്കാൻ ഇറങ്ങും. അവിടെ വല്ല അടക്കേ തേങ്ങേ മറ്റേ പട്ടേ കോച്ചാട് എന്തെങ്കിലും കൂണടക്കം ഉണ്ടാവും, അതെടുക്കും കൊണ്ടുപോയി വിൽക്കും. ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. പണിയൊന്നും ആയിട്ടില്ല. ഞാൻ പോകാണ്. ചായനും കുടിച്ചോളും, തീറ്റയിലും നടക്കട്ടെ. മക്കളെ അങ്ങോട്ട് കയറി. മാഷേ എന്തേ? പിന്നെ ഞങ്ങൾ ദയവ് ചെയ്ത് ആരോടും പറയുന്നത് ഞങ്ങൾ ഞാൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കണ എന്നില്ല പറയരുത്. ചായന്റെ ഒപ്പം കടി എന്തിനും വേണേ അവിടുത്തോളി.